ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്ന വിഭവം ഒരു സ്റ്റാർട്ടേഴ്സാണ്. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ലൈറ്റ് ഫുഡാണ്. ശരിക്കും പറഞ്ഞാൽ ഹെവി അല്ല. സ്ക്രീനിൽ കാണുന്നുണ്ടല്ല, നമ്മളെ സ്വീറ്റ് കോൺ മസാല. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടറാണ്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പേ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷനും ഓൺ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്കിപ്പോൾ നോക്കാം. ഞാൻ ആദ്യം തന്നെ ഇവിടെ സ്വീറ്റ് കോൺ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഇത് ചെയ്യുമ്പോൾ കുറച്ച് നല്ല ക്വാണ്ടിറ്റി വേണമെങ്കിൽ ഒരു 2 സ്വീറ്റ് കോൺ എടുക്കാവുന്നതാണ്. ഇവിടെ സ്വീറ്റ് കോൺ എടുത്ത് ഇതിൻ്റെ ഒരു സീഡ്സ് എല്ലാം നമ്മൾ ഇതുപോലെ സെപ്പറേറ്റ് ചെയ്ത് എടുക്കണം. കണ്ടല്ലോ, ഇതുപോലെ. അതിന് ശേഷം ഒരു പാത്രത്തിൽ ഞാനിവിടെ വെള്ളം വെച്ചിട്ടുണ്ട്. ആ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച് ആ സ്വീറ്റ് കോൺസ് എല്ലാം ഈ വെള്ളത്തിലേക്ക് ഇട്ട് ഒന്ന് തിളപ്പിച്ച് എടുക്കണം. കണ്ടല്ലോ, ഇതുപോലെ. അധികം വേവരുത്, ടോട്ടലായിട്ട് വേവണമെന്നൊന്നുമില്ല. കംപ്ലീറ്റ് വേവ് വേണ്ട, ഒരു 5 മിനിറ്റിൻ്റെ വേവ്. എന്താ പറഞ്ഞാൽ നമ്മൾ ഇതിനെ ഒന്ന് ഡീപ് ഫ്രൈ ചെയ്യാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് മുമ്പേ ആയിട്ട് ഒരു 5 മിനിറ്റ് വേവിച്ച് എടുക്കണം. ഒരു 2 തിളച്ചാൽ മതി. ഒന്ന് ആ സ്വീറ്റ് കോണെല്ലാം ഒന്ന് പൊന്തി വരും. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഏകദേശം മനസ്സിലാവും. അതിന് ശേഷം ഇതെല്ലാം നമ്മൾ വെള്ളത്തിൽ നിന്ന് നന്നായിട്ട് ഫിൽട്ടർ ചെയ്ത് എടുക്കുക. ഇതുപോലെ എടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം. പിന്നെ ഇതിനെ നമ്മൾ ഒരു 5 തൊട്ട് 10 മിനിറ്റ് ഒന്ന് നന്നായിട്ട് തണിയാൻ വേണ്ടിയിട്ട് വിടണം. തണിഞ്ഞതിന് ശേഷം ഞാനിവിടെ നമ്മളെ ആ കോൺ മസാലക്ക് വേണ്ട ഒരു ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർക്കാൻ പോകുന്നുണ്ട്. ആദ്യം തന്നെ ഒരു 3-4 സ്പൂണ് കോൺഫ്ലോർ ചേർത്തു. പിന്നെ ടേസ്റ്റിന് സ്പൈസസ് ലൈക്ക് ചില്ലി പൗഡറും പിന്നെ ഉപ്പും ചേർത്തിട്ടുണ്ട്. കോൺഫ്ലോർ നിങ്ങളെ ക്വാണ്ടിറ്റി അനുസരിച്ച് നിങ്ങൾ ചേർക്കാവുന്നതാണ്. എല്ലാ മെഷർമെൻറ്റ്സും അങ്ങനെ തന്നെ. പിന്നെ ഇതല്ലാതെ ഞാൻ ചേർക്കുന്ന ഒരു ഐറ്റം ജീര പൗഡറാണ്. ഞാൻ എപ്പം പറയലുണ്ടല്ലോ, ഡീപ് ഫ്രൈഡ്സിനെല്ലാം ജീര പൗഡർ മാക്സിമം ആവുന്നതും നിങ്ങൾ ചേർക്കാൻ നോക്കുക. എന്തുകൊണ്ട് പറഞ്ഞാൽ ഡൈജഷന് നല്ലതാണ്. ഇതെല്ലാം ചേർത്ത് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇതേപോലെ ഇതെല്ലാം ഒന്ന് നമുക്ക് ആ മോയ്സ്ചർ ഓൾറെഡി ഉണ്ടാവും. നമ്മൾ വെള്ളത്തിൽ നിന്ന് എടുത്തത് കൊണ്ട് തന്നെ ഒരു 10 മിനിറ്റ് വെളിയിൽ വെച്ചാലും ഇത് തണിയ മാത്രമേ ഉള്ളൂ, മോയ്സ്ചർ അങ്ങനെ തന്നെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ വെള്ളം ചേർക്കാണ്ട് നമ്മൾ ഇതുപോലെ എല്ലാം പൊടിയെല്ലാം കലക്കുന്ന മാതിരി നല്ലോണം മിക്സ് ചെയ്ത് ഇതിനൊരു 20 മിനിറ്റോളം നമ്മൾ റെഫ്രിജറേറ്ററിൽ വെക്കണം. നോർമൽ റെഫ്രിജറേറ്റർ ടെമ്പറേച്ചറിൽ 20 മിനിറ്റോളം വെക്കണം. അത് കഴിഞ്ഞിട്ടുണ്ട്. അതിനെ പിന്നെ ഇത് വെളിയിലെടുത്തു ഞാൻ. ഇപ്പം നമ്മൾ ഇതിനെ ഡീപ് ഫ്രൈ ചെയ്യാൻ പോവുകയാണ്. ഞാനിവിടെ അത്യാവശ്യം ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നല്ലോണം ചൂടായി വരുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി അടുപ്പ് ഇതുപോലെ എല്ലാം കോണ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ടൊന്ന് ഇട്ട് ഫ്രൈ ചെയ്ത് എടുക്കുക. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. പക്ഷേ ഈ ഐറ്റം എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നല്ല ക്രഞ്ചി ആയിട്ടുണ്ടാവും. പിള്ളേർക്കെല്ലാം നല്ലോണം ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. ക്രിസ്പി ആയിട്ടും ക്രഞ്ചി ആയിട്ടും പിന്നെ നമ്മളെ സ്വീറ്റ് കോൺ ആയതുകൊണ്ട് തന്നെ ആ ഒരു സ്വീറ്റും കൂടി ഇതിൽ ചേർന്നിട്ട് നല്ലൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. നമ്മളെ ഈവനിങ് സ്നാക്സിനാവട്ടെ, നമ്മളെ ഇല്ലെങ്കിൽ ഈ ഒരു സ്റ്റാർട്ടേഴ്സിനാവട്ടെ നല്ലോണം ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു വിഭവമാണ് ഇതുപോലെ. മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്താൽ മതി. ഓൾറെഡി സ്വീറ്റ് കോൺ നമ്മളിത് പാതി വെന്ത് കിട്ടിയിട്ടുണ്ടാവും നമ്മൾ വെള്ളത്തിൽ ബോയിൽ ചെയ്യുമ്പോൾ തന്നെ. അതുകൊണ്ട് ഓരോ ട്രിപ്പിന് ഒരു 5 മിനിറ്റ് ഓളം മതി. 5 തൊട്ട് 8 മിനിറ്റോളം നമുക്ക് ഫ്രൈ ചെയ്താൽ മതി. കറക്റ്റായിട്ട് ഫ്രൈ ആയി കിട്ടും ഇതുപോലെ. ഏകദേശം നിങ്ങൾക്ക് ആ വേവ് മനസ്സിലാവും. നല്ല ഗോൾഡൻ കളറിൽ വരുമ്പോൾ നമുക്ക് ഇത് എടുത്ത് മാറ്റാവുന്നതാണ്. കണ്ടല്ലോ, ഇതുപോലെ. വൺസ് ഇത് നമുക്ക് വെന്ത് കിട്ടുമെന്ന് അറിഞ്ഞുമ്പോൾ നല്ല ഫ്രൈ ആയിട്ട് ലൈക്ക് ഫിൽട്ടർ ചെയ്ത് ഇതുപോലെ എടുത്ത് മാറ്റണം. മാറ്റിയതിന് ശേഷം ഫസ്റ്റ് നമ്മൾ ഒന്ന് ടിഷ്യൂ പേപ്പറിലിട്ടിട്ടുണ്ടെങ്കിൽ ചെറിയ സീഡ്സ് ആയതുകൊണ്ട് തന്നെ ഓയിൽ കുറച്ച് പറ്റി പിടിച്ച് കാണും. ടിഷ്യൂ പേപ്പറിലിട്ട് നല്ലോണം ഒന്ന് ആ എണ്ണയെല്ലാം ഒന്ന് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് സർവ് ചെയ്യാവുന്നതാണ്. ഈസി റെസിപ്പിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് കമൻറ്റ് വിടാൻ മറക്കരുത്. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.